വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. സമസ്തന്റെ പരിപാടി എപ്പം തുടങ്ങുന്നത്? മാഷാ അല്ലാഹ്, നമ്മുടെ അതിന്റെ അലവലുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മെയിൻ പൊതുസമ്മേളനം കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ്. അതിന് മുന്നോടിയായിട്ട് ഇൻഷാ അല്ലാഹ് ജനുവരി 30, 31 മുതൽ തുടങ്ങി ഫെബ്രുവരി 8 വരെ എക്സ്പോ നടത്തിയാണ്. അതിൽ ഫസ്റ്റത്തെ 31 ഒന്നാം തീയതി ഫെബ്രുവരി 1 3 ദിവസം സ്ത്രീകൾക്കാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള 7ഓളം ദിവസങ്ങൾ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവിടെ നടത്തിയാണ്. ക്യാമ്പ് സെറ്റ് അതിമനോഹരമായ രീതിയിലുള്ള അതിന്റെ പന്തല് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ അലോരികളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഓരോ രീതിയിലും മൂന്ന് സൈറ്റിലായി കൊണ്ടാണ് നമ്മുടെ സമ്മേളനം നടത്തുന്നത്. ഏകദേശം നമ്മുടെ ക്യാമ്പിൽ 33,313 ആളുകൾ, അവരെ നിയന്ത്രിക്കാൻ വേണ്ടി 3,313 വളണ്ടിയർമാർ, പിന്നെ ക്യാമ്പ് അംഗങ്ങളിൽ ലീഡർഷിപ്പുള്ള വേറെ തസ്തിക അങ്ങനെ വേറെ, പിന്നെ അതേപോലെ പിന്നെ നമ്മുടെ എക്സ്പോയിലൊക്കെ അവിടെയും നല്ലതായ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും നല്ലൊരു ഇസ്ലാമിക് പരമായിട്ടുള്ള ഒരു എക്സിബിഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയാണ്. 3 സൈറ്റിലേക്കാണ് നടത്തുന്നത്. നമ്മുടെ പൊതുസമ്മേളനത്തിന് ഏകദേശം ഒരു 30 ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫീൽഡ് വർക്കുകളും അതിന്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അതിന്റെ ഒരുക്കങ്ങൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അപ്പുറം തൊട്ടടുത്ത ഓഫീസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഫീസിലും തുടർന്ന് എല്ലാ സമയങ്ങളിലും ഓരോ വിങ്ങിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മുടെ ഓഫീസും അതേപോലെ തന്നെ നഗരിയും കാണാൻ വേണ്ടി സാധാരണ സമ്മേളനത്തിലേക്കാണ് പൊതുജനങ്ങൾ വരാറുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല. ഇത് നേരത്തെ കാലത്തെ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ആളുകളൊക്കെ ഈ നഗരി കാണാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിലായിട്ട് ചെറുവാഹനങ്ങളിലായിട്ടൊക്കെ ട്രെയിനുകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ രാവിലെ ആലപ്പുഴയിൽ നിന്ന് വന്നു. അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ ഗംഭീരമായ നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ 100 വർഷത്തെ ചരിത്രത്തിലെ ഒരുപാട് സമ്മേളനം നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും ഒരുപാട് സമ്മേളനം കണ്ടെങ്കിലും ഇതൊരു ഗംഭീരമായിട്ട് മാറും ഇൻഷാ അല്ലാഹ്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള സ്ഥലങ്ങൾ നൽകി നമ്മുടെ ഇബ്രാഹിം ഹാജി പുണിയാൻ വന്നിട്ട് രണ്ടാമത്തെ ഇബ്രാഹിം ഹാജി ഉണ്ട്. രണ്ടുപേരും സമസ്തയോടൊപ്പം ചേർന്ന് നമുക്കൊണ്ട് എല്ലാ അടിസ്ഥാനപരമായ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണ്ഡിതന്മാരായ നേതാക്കന്മാർ ഉമറാക്കളൊക്കെ കൂടിയിട്ട് ബാക്കിയുള്ള സംവിധാനങ്ങൾ കൂടി നിരന്തരം നമ്മുടെ പന്തലുമായി ബന്ധപ്പെട്ട് അതേപോലെ ക്യാമ്പ് സൈറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ വർക്കുകളും 3 സൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാർ ഇതിന്റെ ലേക്ക് ഓടിച്ചാടി നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ചരിത്രമാകും. തീർച്ചയായിട്ടും ചരിത്രത്തിലേക്കുള്ള ഒരു മഹാജനങ്ങളായിരിക്കും. കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ജനപ്രവാഹമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം. ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയോടുകൂടി നടത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് നമ്മളൊക്കെ ഉദ്ദേശം.